48 മണിക്കൂർ സമയമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന് നൽകിയിരിക്കുന്നത്. പലപ്പോഴും ഇത്തരത്തിലുള്ള സമയപരിധികൾ അമേരിക്ക നൽകിയിട്ടുണ്ടെങ്കിലും ഇത്തവണ കൃത്യമായി സമയമടക്കം കുറിച്ചാണ് അമേരിക്ക യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. ചൊവ്വാഴ്ച രാത്രി 8 മണിയാണ് ഡൊണാൾഡ് ട്രംപ് ഇറാന് നൽകിയിരിക്കുന്ന അവസാന സമയം. അതിനുള്ളിൽ തങ്ങളുടെ പരിധിയിലേക്ക് അല്ലെങ്കിൽ തങ്ങൾ നിർദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങളിലേക്ക്, ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നത് അടക്കമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇറാൻ ഒരു തീരുമാനം എടുത്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇറാനെ പൂർണ്ണമായും നശിപ്പിക്കാൻ കരുത്തുള്ള ആക്രമണമായിരിക്കും അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക എന്നുള്ളതാണ് ഇത്തവണത്തെ ട്രംപിന്റെ അന്ത്യശാസനം. ഹോർമുസ് കടലിടുക്ക് പക്ഷേ ഇതുവരെയായിട്ടും തുറന്നു കൊടുക്കാൻ ഇറാൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഫെബ്രുവരി 28-ന് ആരംഭിച്ച യുദ്ധത്തിൽ അന്നെടുത്ത അതേ നിലപാട് തന്നെയാണ് ഇറാൻ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ യുദ്ധം മറ്റൊരു തലത്തിലേക്ക് കടക്കുമെന്ന ആശങ്ക നിലനിൽക്കെ ഇപ്പോൾ ഇറാനെ കൂടുതൽ പിന്തുണയുമായിട്ട് രംഗത്ത് വരികയാണ് കതൈബ് ഹിസ്ബുള്ള എന്ന് പറയുന്ന ഇറാനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം സായുധ സേന. ഹോർമുസ് കടലിടുക്ക് ബലപ്രയോഗത്തിലൂടെ തുറക്കാൻ ശ്രമിച്ചാൽ മേഖലയിലെ മുഴുവൻ എണ്ണവാതക പ്ലാന്റുകളും തകർക്കുമെന്നാണ് ഇറാഖിലെ ഇറാൻ അനുകൂല സായുധ സംഘടനയായ കതൈബ് ഹിസ്ബുള്ളയുടെ മുന്നറിയിപ്പ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതായത് അറബ് മേഖലയിൽ അടക്കം വ്യാപിച്ചു കിടക്കുന്ന എണ്ണ വിതരണ പ്ലാന്റുകൾ അടക്കം പൂർണ്ണമായും നശിപ്പിക്കുമെന്ന് കൂടിയാണ് ഇപ്പോൾ ഈ ഒരു വിഭാഗം പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പവർ പ്ലാന്റ് ഭീഷണിക്ക് പിന്നാലെയാണ് മേഖലയിലെ ഊർജ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെക്കുമെന്ന് ഇപ്പോൾ കതൈബ് ഹിസ്ബുള്ള സെക്രട്ടറി ജനറൽ അബു ഉസൈൻ അൽ ഹമീദാവി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒന്നുകിൽ എല്ലാവർക്കും സുരക്ഷയും ഐശ്വര്യവും, അല്ലെങ്കിൽ ആർക്കും വേണ്ട എന്ന ഭീഷണിയാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കഴിഞ്ഞ 5 ആഴ്ചയായി തുടരുന്ന യുദ്ധത്തിൽ സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളെയും ഇപ്പോൾ കതൈബ് ഹിസ്ബുള്ള നേതാവ് അപലപിച്ചിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്ക് ശത്രുക്കൾക്കായി തുറന്ന് കൊടുക്കില്ലെന്ന് ബലപ്രയോഗത്തിൽ മുതിരുന്നവർ അതിന്റെ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരുമെന്നും കൂട്ടിച്ചേർത്തു. ഇതിനിടെ ഹോർമുസ് കടലിടുക്കിലെ സാഹചര്യം പഴയ നിലയിലേക്ക് ഇനി മടങ്ങില്ലെന്നും അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഇനി ഇവിടെ പഴയ സ്വാധീനം ഉണ്ടാകില്ലെന്നും ഇറാനിയൻ നേവിയും വ്യക്തമാക്കുന്നുണ്ട്. പേർഷ്യൻ ഗൾഫിൽ പ്രാദേശിക ശക്തികളുടെ നേതൃത്വത്തിൽ പുതിയ സുരക്ഷാ ക്രമീകരണം നിലവിൽ വന്നതായി നേവി കമാൻഡ് അറിയിച്ചിട്ടുണ്ട്. ഏപ്രിൽ 6-ന് ട്രംപ് നിശ്ചയിച്ച സമയപരിധി അവസാനിക്കാനിരിക്കെ ഇറാന്റെ പവർ പ്ലാന്റുകൾക്കും പാലങ്ങൾക്കും നേരെ കടുത്ത വ്യോമാക്രമണം നടത്താൻ US-ഉം ഇസ്രായേലും തയ്യാറെടുക്കുന്നതായാണ് വിവരം. എന്നാൽ ഒമാൻ, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ 45 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തലിനായുള്ള ചർച്ചകൾ സജീവമായി നടക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതായത് ഒരു വശത്ത് ചർച്ചകൾ നടക്കുമ്പോഴും മറുവശത്ത് സായുധ ഗ്രൂപ്പുകൾ കൂടുതൽ ഭീഷണിയുമായി രംഗത്തെത്തിയതും മേഖലയെ കൂടുതൽ സ്ഫോടനാത്മകമാക്കുന്നുണ്ട്. ഇറാന്റെയും ഇറാഖിലെയും സായുധ സംഘങ്ങളുടെയും സംയുക്ത നീക്കം അമേരിക്കയ്ക്ക് വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത്. എണ്ണക്കടത്ത് തടസ്സപ്പെട്ടതോടെ ആഗോള വിപണിയിൽ ഇന്ധനവില കുതിച്ചുയരുകയാണ്. ഇത് തടയാൻ സൈനിക നീക്കം നടത്തിയാൽ മേഖലയിലെ എണ്ണ പ്ലാന്റുകൾ തകർക്കുമെന്ന് കതൈബ് ഹിസ്ബുള്ളയുടെ ഭീഷണി അമേരിക്കയെയും പ്രതിരോധത്തിലാക്കും. വരും മണിക്കൂറുകളിൽ ട്രംപ് എന്ത് തീരുമാനമെടുക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും ലോകത്തിന്റെ സാമ്പത്തിക ഭാവിയും സുരക്ഷയും. ചർച്ചകളിലൂടെ പരിഹാരം കണ്ടില്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് മറ്റൊരു വലിയ യുദ്ധത്തിലേക്ക് നീങ്ങുമെന്ന സൂചനയാണ് പുറത്തു വരുന്നത്. ലെബനനിലേക്കുള്ള സാമ്പത്തിക സഹായം ഉറപ്പാക്കണമെന്നും കതൈബ് ഹിസ്ബുള്ള ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇറാഖിലെ ഏറ്റവും ശക്തമായ ഷിയ അർദ്ധ സൈനിക വിഭാഗങ്ങളിൽ ഒന്നാണ് കതൈബ് ഹിസ്ബുള്ള. ദി ബറ്റാലിയൻസ് ഓഫ് ദി പാർട്ടി ഓഫ് ഗോഡ് എന്ന് ഇവർ അറിയപ്പെടുന്നുണ്ട്. ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഇവർ അമേരിക്കൻ സൈനിക താവളങ്ങൾക്കും ഇസ്രായേലിനും നേരെ ഡ്രോൺ, റോക്കറ്റ് ആക്രമണങ്ങൾ നടത്തുന്ന ഒരു ഗ്രൂപ്പാണ്. ഇറാനുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഇവർ അമേരിക്കൻ സൈനിക സാന്നിധ്യത്തെ ശക്തമായി എതിർക്കുന്ന ഒരു വിഭാഗമാണ്. ഏതായാലും ഇവരുടെ ഭീഷണി ഗൾഫ് മേഖലകളെ കൂടിയാണ് ഇപ്പോൾ ഏറെ ഭീതിയിലായി ആഴ്ത്തിയിരിക്കുന്നത്. കാരണം ഗൾഫ് മേഖലയിലെ പുതിയ മാറ്റങ്ങൾ പാശ്ചാത്യ ശക്തികളുടെ സ്വാധീനം കുറയ്ക്കുമെന്ന്
ഇറാൻ നേവി ആവർത്തിക്കുമ്പോൾ പലപ്പോഴും സമാധാനപരമായിട്ടുള്ള ചർച്ചകളൊക്കെ തന്നെ പാളിപ്പോവുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ അബുദാബിക്ക് നേരെയും കനത്ത മിസൈൽ ആക്രമണമാണ് ഇറാൻ അഴിച്ചുവിട്ടിരിക്കുന്നത്. കാരണം ഇനിയിപ്പോൾ ട്രംപ് പറഞ്ഞിട്ടുള്ള സമയപരിധി അതിനോട് അടുക്കും തോറും തന്നെ ഇറാൻ ഗൾഫ് മേഖലയിലേക്കുള്ള ആക്രമണം കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. കാരണം 48 മണിക്കൂർ അല്ലെങ്കിൽ ട്രംപ് പറഞ്ഞിട്ടുള്ള ചൊവ്വാഴ്ച രാത്രി 8 മണിക്ക് ശേഷം എന്തും സംഭവിക്കാം ഇറാനിൽ. അതൊരുപക്ഷെ തങ്ങളുടെ നാശമായിരിക്കാം, അല്ലെങ്കിൽ പരമാവധി പൊരുതുക എന്നതായിരിക്കാം ഇറാന്റെ നയം. ഈ ഒരു സമയപരിധിക്കുള്ളിൽ തന്നെ തങ്ങളുടെ ആയുധങ്ങൾ ഉപയോഗിച്ച് പരമാവധി ഗൾഫ് മേഖലകളെ നശിപ്പിക്കുക, അല്ലെങ്കിൽ ഗൾഫ് മേഖലയിലെ ഭീതി പടർത്തുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഇറാൻ പയറ്റിക്കൊണ്ടിരിക്കുന്ന തന്ത്രം എന്ന് പറയുന്നത്. UAE-യുടെ തന്ത്രപ്രധാനമായ ഇടങ്ങളെ ലക്ഷ്യം വെച്ച് നടക്കുന്ന ഇത്തരം നീക്കങ്ങൾ മേഖലയിലെ സമാധാന അന്തരീക്ഷത്തെ കാര്യമായി തന്നെ ബാധിച്ചിരിക്കുകയാണ്. അബുദാബിയിലെ മുസഫ ഐക്കാഡ സിറ്റിയിൽ ഒരു കമ്പനിയിലാണ് ഇപ്പോൾ ഇറാന്റെ മിസൈൽ അവശിഷ്ടങ്ങൾ പതിച്ചത്. മിസൈലുകൾ തകർക്കപ്പെട്ടതിനെ തുടർന്നുണ്ടായ അവശിഷ്ടങ്ങൾ വീണാണ് അപകടമുണ്ടായത്. ഈ സംഭവത്തിൽ ഗാന സ്വദേശിയായ ഒരാൾക്ക് പരിക്ക് പറ്റിയതായി റിപ്പോർട്ടുകൾ ഉണ്ട്. ജനവാസ മേഖലകളെയും വ്യവസായ കേന്ദ്രങ്ങളെയും ഭീതിയിലാക്കുന്ന തരത്തിലാണ് ഈ ആക്രമണങ്ങളുടെ സ്വഭാവം. മേഖലയിലെ സംഘർഷം നിയന്ത്രിക്കാൻ ആഗോള ശക്തികളായ റഷ്യയും ചൈനയും രംഗത്തെത്തിയിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിലെ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഇരു രാജ്യങ്ങളും സംയുക്ത ശ്രമം നടത്തുമെന്നും ചൈനീസ് വിദേശകാര്യ വക്താവ് ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടുണ്ട്. റഷ്യൻ ചൈനീസ് വിദേശകാര്യ മന്ത്രിമാരും തമ്മിൽ ഈ ഒരു വിഷയം ചർച്ച ചെയ്തതായും നയതന്ത്ര ഇടപെടലുകളിലൂടെ യുദ്ധസമാനമായ സാഹചര്യം ഒഴിവാക്കാൻ ശ്രമിക്കുമെന്നും ചൈന വ്യക്തമാക്കിയിട്ടുണ്ട്. അന്താരാഷ്ട്ര തലത്തിലും ഇറാന് മേൽ സമ്മർദ്ദം ചെലുത്താൻ ഈ നീക്കം വഴി തെളിയിക്കുമെന്ന് കരുതപ്പെടുന്നു. അയൽ രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ തുടരുന്ന ശത്രുതാപരമായ നിലപാടുകൾക്കെതിരെയും UAE പ്രസിഡന്റും നയതന്ത്ര ഉപദേഷ്ടാവ് ഡോക്ടർ അൻവർ ഗർഗാഷും രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചിരിക്കുന്നത്. ഇറാൻ നടത്തുന്ന ഈ ആക്രമണങ്ങൾ അവരുടെ സൈനിക കരുത്തല്ല കാണിക്കുന്നത്, മറിച്ച് അവരുടെ അഹങ്കാരത്തെയും തന്ത്രപരമായ വീഴ്ചയുമാണെന്നാണ് അദ്ദേഹം ട്വീറ്റിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇറാൻ ഇപ്പോൾ ഏറ്റവും ശക്തമായിട്ടുള്ള ആക്രമണ തന്ത്രം തന്നെയാണ് പയറ്റുന്നത്. ട്രംപ് പറഞ്ഞിരിക്കുന്ന സമയപരിധി അവസാനിക്കുന്നതിന് മുൻപ് തന്നെ പരമാവധി ഗൾഫ് രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കുക, ഗൾഫ് രാജ്യങ്ങളിലെ പരമാവധി നാശനഷ്ടങ്ങൾ വരുത്തി തീർക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇറാൻ നടത്തുന്ന ഒരു നീക്കം എന്ന് പറയുന്നത്. ഏതായാലും ലോകമേറെ ആശങ്കയിലാണ്. അതോടൊപ്പം തന്നെ ട്രംപ് എന്ത് നീക്കമാണ് ഈ ഒരു സമയപരിധിക്കുള്ളിൽ അല്ലെങ്കിൽ ഈ സമയം കഴിഞ്ഞാൽ നടത്താൻ പോകുന്നത് എന്നുള്ള ഒരു ഭീതി നിലനിൽക്കുന്നുണ്ട്. കാരണം ഇതിനോടകം തന്നെ പല രാജ്യങ്ങളിലും എണ്ണ പ്രതിസന്ധി രൂക്ഷമായിരിക്കുകയാണ്. അപ്പോൾ പലപ്പോഴും ട്രംപ് നൽകിയിട്ടുള്ള മുന്നറിയിപ്പുകളെ പോലെ ആയിരിക്കില്ല ഇത്തവണത്തെ ഭീഷണി എന്ന് പറയുന്നത്. കാരണം തങ്ങളുടെ നഷ്ടപ്പെട്ട പൈലറ്റിനെ രക്ഷിക്കാൻ കഴിഞ്ഞതിന് പിന്നാലെ തന്നെയാണ് ട്രംപ് ഇത്തരത്തിലൊരു ഭീഷണി മുഴക്കിയിരിക്കുന്നത്. അതിനാൽ തന്നെ ഇത്തവണ ട്രംപ് പറഞ്ഞ വാക്ക് പ്രാവർത്തികമാക്കുമോ? അങ്ങനെ വന്നു കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് ഒരിക്കലും ഇതുവരെ കാണാത്ത തരത്തിലുള്ള യുദ്ധ സാഹചര്യത്തിലേക്ക് കടക്കുമോ എന്നുള്ള ഭയമാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾ മുഴുവൻ ഏറെ ഭീതിയോടുകൂടി തന്നെ നോക്കിക്കാണുന്നത്. ഓരോ മണിക്കൂറും ഏറെ നിർണായകമാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം.